അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം. മെയിനായിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ തിയറി പ്രകാരം കറക്റ്റായിട്ട് മാർക്കറ്റിൽ ട്രെൻഡ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നോക്കാം. അപ്പം 3 ട്രെൻഡാണ് പഠിച്ചത്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വൈസ് 3 ട്രെൻഡ് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ട്രെൻഡ് വരയ്ക്കുക, അതാണ് ചടങ്ങ്. ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം മാത്രമല്ല, ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതും ഒരു ചടങ്ങ് തന്നെയാണ് മാർക്കറ്റിൽ. അതായത് ഡേ ആണ് നടക്കുന്നത്. നേരെ 15 മിനിറ്റിലോട്ട് പോട്ടെ. ഇവിടെ പോയി ഡേയിൽ എടുത്തിട്ട് 15 മിനിറ്റിലോട്ട് പോകുമ്പോൾ കണ്ട ചാർട്ടൊന്ന് ഫെമിലിയർ ആവാത്ത ആളാണെങ്കിൽ ഇത് കണ്ട് പേടിച്ച് കിളിയും പറഞ്ഞിരിക്കും. ചാർട്ട് ഇങ്ങനെ ഒന്ന് സൂം ഔട്ട് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്യുക, സൂം ഇൻ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അപ്പ് ട്രെൻഡ്. അപ്പ് ട്രെൻഡ് എവിടെ നിന്ന് തുടങ്ങും? താഴെ. ഇതാണ് ഏറ്റവും ഡൗൺ പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ നമുക്കൊരു 3 ടച്ചിങ്സ്. യെസ്, വി ഗോട്ട് ദ 3 ടച്ചിങ്സ്. 3 അല്ല, 4 ടച്ചിങ്സ് വരുന്നുണ്ട് മെയിനായിട്ട്. കണ്ട, നമുക്കൊരു 3 ടച്ചിങ്സ്, 1, 2. ഇവിടെ നമുക്ക് ചെറിയൊരു വിക്ക് ആണെങ്കിൽ പോലും ഓക്കെ. ഇതാ ഇവിടെ ഒരു ടച്ചിങ്സ് വരുന്നുണ്ട്. 3 ടച്ചിങ്സ് നമുക്ക് മിനിമം വരണം. 3 ടച്ചിങ്സ് വന്നാൽ മാത്രമേ നമുക്കതൊരു ട്രെൻഡാണെന്ന്, അതായത് ഒരു അപ്പ് ട്രെൻഡാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 3 ടച്ചിങ്സ്. ഓക്കെ, അത് മൈൻഡിൽ വേണം. താഴെ നിന്ന് തുടങ്ങി ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ 3 ടച്ചിങ്സ് വരുമ്പോൾ, പിന്നെ ട്രെൻഡ് ലൈൻ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് ഞെക്കിയാൽ മതി, കറക്റ്റായിട്ട് വരും. അപ്പം ഇനി ചെയ്യാനുള്ള കാര്യം ട്രെൻഡ് ആണോ എന്ന് നോക്കുക. കാണില്ലേ, ഇത് നമ്മുടെ ഒരു ലോ പോയിന്റ് ആണ്. ആൻഡ് നമ്മളിവിടെ ഒരു ടച്ചിങ്സ് കാണുന്നുണ്ട്. നമുക്കിതൊരു ഹൈ ആയിട്ട് എടുക്കാം, ഇതൊരു ഹയർ ലോ ആയിട്ട് എടുക്കാം. നേരെ പോകുന്നുണ്ട് ഇവിടെ. നമുക്കിവിടെ എടുത്തിട്ട് കാര്യമില്ല, ഇവിടെ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എടുക്കുന്നു. ആൻഡ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ്. ഇങ്ങനെ പോവേണ്ടിയിരുന്നത്, ബട്ട് മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ അവിടെ ട്രെൻഡ് തീർന്നു. ഇവിടെ നമ്മളിങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇനി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകണ്ട എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു സംഭവം വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം, ഓരോ പോയിന്റ്സ്. അപ്പോൾ ഹയർ ഹൈസും ഹയർ ലോസും ഒക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. എപ്പോഴും ചെയ്യണമെന്നല്ല, വല്ലപ്പോഴും ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം നിങ്ങൾ വരയ്ക്കുന്ന പ്രൈസ് പോയിന്റ്സ് കറക്റ്റ് ആണോ, ഹയർ ലോസ് കറക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആ ഒരു പ്രൈസ് ലേബൽ എടുത്ത് വെച്ചത്. 101, 102, 367, 102. ചെറിയൊരു ഡിഫറൻസ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് അടുത്ത കണക്ട് ചെയ്തതെന്ന് പറയുന്നത്, കാരണം നമ്മുടെ ആ ഒരു വരച്ച വരയിലൊരു ടച്ചിങ്സ് കിട്ടാൻ വേണ്ടിയാണ് നോക്കിയത്. 105, പിന്നെ വീണ്ടും 104, 106. ഇവിടെ 104-നേക്കാൾ ഹൈ ആണ് 105. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഇത്രയും പ്രൈസ് ആക്ഷൻ വെച്ച് വരച്ചു. ഇനി ഈ ഒരു ടച്ചിങ്സ് ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ വിക്ക് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും മാർക്കറ്റ് പക്കയായിട്ട് വന്ന് തിയറിയിലെ പോലെ ടച്ച് ചെയ്തൊന്നും പോകത്തില്ല. മാർക്കറ്റ് എപ്പോഴും അതൊരു ലെവലിൽ അങ്ങ് പൊക്കോണ്ടിരിക്കും. നമ്മൾ തിയറി പഠിച്ചാൽ എന്താണ്, ഇങ്ങനെ വന്നു, ഒരപ്പ് വന്നു, ഇങ്ങനെ വന്ന് ടച്ച് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ അങ്ങ് പോയി. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അടുത്ത മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വന്നങ്ങ് പോകണം. മനസ്സിലായില്ലേ? അതായത് നമ്മളുടെ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ പോയിന്റും ഒന്ന് ടച്ച് ചെയ്ത് പോകണം. മനസ്സിലായില്ലേ? കണ്ടാ, അവിടെ തന്നെ ഞാൻ വരച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ടച്ചിങ്സ് കിട്ടിയിട്ടില്ല. അത് നമുക്ക് വരയ്ക്കുമ്പോൾ എടുത്ത് താഴോട്ട് വരയ്ക്കാം. മനസ്സിലായില്ലേ? വരയ്ക്കുമ്പോൾ എടുത്ത് വരയ്ക്കാം. പക്ഷെ മാർക്കറ്റ് അങ്ങനെ തന്നെ പോകണമെന്ന് നമുക്ക് ഒരിക്കലും ഒരു നിർബന്ധവും പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ തിയറി ഇതാണ്. തിയറി അപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തിയറി പറയുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടച്ചിങ്സ് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കൊരു 3 ടച്ചിങ്സ് കിട്ടിയല്ലോ. നമുക്ക് ഇവിടത്തെക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ലോ, ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, അങ്ങനെ മാർക്കറ്റ് പോകുന്നു. ഇനി പറയാനുള്ള കാര്യം, ഇവിടെ നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു. എന്ന് വെച്ചോ. അപ്പോൾ ട്രെൻഡ് ലൈൻ വരച്ചേ, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു. ഈ സാധനം ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തു, ട്രെൻഡിന്റെ സംഭവമൊക്കെ മനസ്സിലാക്കി. ഇനി ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ ട്രെൻഡ് ഇനി കണ്ടിന്യൂ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു 107 റേഞ്ചിന് നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്താൽ, അതായത് ഈ ഒരു റേഞ്ചിനൊരു ഹൈ ക്രിയേറ്റ് ചെയ്താൽ 108, 107,
ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ടില്ല. കാരണം ഇവിടെ ഉള്ള കുറേ ചേട്ടന്മാരുണ്ട്. ഈ ക്യാൻഡിൽ ചേട്ടന്മാർ നമ്മുടെ ഈ ട്രെൻഡിനെ നശിപ്പിച്ച് തിരിച്ച് താഴോട്ടിറക്കി. അതായത് ഇവിടെ ഉള്ള കുറേ സെല്ലേഴ്സ് നമ്മുടെ ട്രെൻഡിനെ തിരിച്ചിറക്കി. അതാണ് ബ്രേക്ക് ഔട്ട്. അതായത് ഈ ആശാന്മാർ കാരണമാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. അതായത് ഈ ഒരു ട്രെൻഡ് പോയി, ഇനി അപ്പ് ട്രെൻഡ് അല്ല, ഇനി നമുക്ക് സൈഡ് വേസും ഡൗൺ ട്രെൻഡുമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. കാരണം ഈ ഒരു 3 ക്യാൻഡിൽ വെച്ച് ഡൗൺ മൂവ്മെൻറ്റ് കൺഫേം ചെയ്യാം. പക്ഷേ ഇവിടെ നിന്നൊരു ഷോർട്ട് അപ്പ് ട്രെൻഡ് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു അപ്പ് ട്രെൻഡ് കണക്ക് പോകുന്നുണ്ട് ആശ. കാരണം ഇവിടെ ഒരു ലോ പോയിന്റ് ഇതാണ്. പക്ഷേ നമുക്കൊരിക്കലും അത് അപ്പ് ട്രെൻഡായിട്ട് കറക്റ്റ് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു അപ്പ് ട്രെൻഡ് ഇങ്ങനെ വെച്ച് പോവാം. മനസ്സിലായി? ഇവിടെ വെച്ചൊരു 3 ടച്ചിങ്സ് നമുക്ക് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമുക്കൊരു 3 ടച്ചിങ്സ് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അത് 3 വിക്കാണ്. മെയിനായിട്ട് ബോഡി വരുന്നില്ല. ഇവിടെ ബോഡി കറക്റ്റായിട്ട് കിട്ടി പോവുകയാണെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കും. വിക്ക് മാത്രമാണെങ്കിൽ ആ മൂവ്മെൻറ്റ് അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല. അത് മനസ്സിലാക്കുക. ഇപ്പോൾ വിക്ക് വെച്ച് ട്രേഡ് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ബോഡി വെച്ച് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമുക്ക് കറക്റ്റ് ബോഡിയാണ് കിട്ടുന്നതെങ്കിൽ അതൊരു സ്ട്രോങ് മൂവ്മെൻ്റ് ആണ്. എന്നാൽ വിക്ക് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രോങ് ആയിട്ട് കണക്കാക്കത്തില്ല. കാരണം ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊരു അപ്പ് മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പറയാം. കാരണം ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ തിയറിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ കിട്ടിയിട്ടുള്ളതെല്ലാം വിക്കാണ്. ഇതെല്ലാം വിക്കാണ്. ഇതൊരു വലിയൊരു ഡൗൺ മൂവ്മെൻറ്റിന് മുമ്പുള്ള ഒരു ചെറിയൊരു ഫേക്ക് അപ്പ് മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു വലിയൊരു ഡൗൺ മൂവ്മെൻറ്റിന് മുമ്പുള്ളൊരു ഫേക്ക് അപ്പ് മൂവ്മെൻ്റ് ആണ്. ഇത് ഡൗൺ ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ട്രെൻഡും ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് ഡൗൺ വന്നിട്ടുള്ളത്. ഇതാണ്ട ഇവിടെ നമുക്ക് 2 ടച്ചിങ്സ്, 3 ടച്ചിങ്സ്, കറക്റ്റ് 3 ടച്ചിങ്സ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടാ, ഇത് ഡൗൺ ആണ്. കണ്ടില്ലേ? അതിനകത്തുള്ളൊരു അപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് ഒരു ഡൗൺ വരുന്നതിന് മുമ്പുള്ള ഒരു അപ്പ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഡൗൺ വരുന്ന മുമ്പേ കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് ഇവിടെയും തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വിക്ക് വെച്ച് അപ്പ് വരച്ചാലും നമ്മുടെ വരച്ച ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഔട്ട് സംഭവിച്ച പിന്നെ അടുത്തൊരു ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിനെ വരയ്ക്കാം. മനസ്സിലായില്ലേ? ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ട, ഇത് നമ്മളൊരു അപ്പ് മൂവ്മെൻറ്റ്, ഇവിടെ നമുക്ക് വലിയൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം 1-1 നിന്ന് ഒരു 1-6 വരെ ഒരു അത്യാവശ്യം ഒരു $5000 ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്പ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1-4 നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് എത്രയാണ്? 1-7 ജസ്റ്റ് 3000. ഇവിടെ $5000 ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു $3000 ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ. 1 അവറോ 1 ഡേയോ ഒന്നും അല്ല, ജസ്റ്റ് 15 മിനിറ്റ് ട്രേഡ് എടുക്കുന്നവരുടെ ഒരു ലെവലിലാണ് നമുക്കൊരു ഷോർട്ട് അപ്പ് മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും വോളിയം കുറവാണ്. ഇനി ഡൗൺ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് ഇതാണ്, ഏറ്റവും വലിയ ഹൈ. എന്നാലൊരു കറക്റ്റ് ഇവിടെ നമുക്കാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഹൈ മൂവ്മെൻറ്റ്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ റെഡ് ക്യാൻഡലിൻ്റെ കറക്റ്റ് തുടക്കം വരുന്നത്. കറക്റ്റ് ഒരു തുടക്കം എന്ന് വെച്ചാൽ ഡൗൺ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ ഇതാണ് കറക്റ്റായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈ, ഇവിടെ നമുക്കൊരു ലോവർ ലോ വന്നിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ലോവർ ഹൈ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലോവർ ലോ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ലോവർ ലോ വരുന്നത്, ഏറ്റവും ലോ വരുന്നത്. അതിനേക്കാളും താഴെ ഒരു ലോവർ ലോ വന്നിട്ടില്ല, ഒരു ലോവർ ഹൈ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ചടുത്ത ഇവിടെ വരേണ്ടതാണ്. അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ട്രക്ചറിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സംഭവം കയറിപ്പോയി. കണ്ടാ, വരച്ച ആ ഒരു സ്ട്രക്ചറിനെ മൊത്തത്തിൽ ബ്രേക്ക് ഔട്ട് ആക്കിയിട്ട് സംഭവം കടന്നുപോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ, ഒരു അപ്പ് ട്രെൻഡ് എവിടെ ബ്രേക്ക് ഔട്ടായി, ഒരു ഡൗൺ ട്രെൻഡ് എവിടെ ബ്രേക്ക് ഔട്ട് വരുമെന്ന്. അത് ഇപ്പോൾ വരയ്ക്കാനായിട്ട് ഇവിടെ എടുത്തിട്ട് ഈ ബ്രഷ് എടുത്ത് വരച്ചാൽ ഇതേപോലെ ബ്രഷ് എടുത്തിട്ട് ഇവിടെ ബ്രഷ് എടുക്കുക, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. അതേപോലെ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. മൊത്തത്തിൽ ഞാൻ ഈസിലി ഐഡൻറ്റിഫയബിൾ
ആവാൻ വേണ്ടി മൊത്തത്തിൽ വരച്ചെന്നേ ഉള്ളൂ. ഈ എണ്ണന്മാരാണ് ഇവിടെ നമ്മുടെ ട്രെൻഡിനെ മൊത്തം നശിപ്പിച്ച്, ഈ ഒരു എണ്ണന്മാരാണ് ട്രെൻഡ് മൊത്തം നശിപ്പിച്ച് കയറിപ്പോയത്. ഇവിടെ ഈ ഒരു എണ്ണന്മാരാണ് ഇത്രയും ക്യാൻഡിൽസ്. ഇവിടെ അത് തന്നെ ഒരു ലോങ് കുറേ റെഡ് ക്യാൻഡിൽസ്, ഇവിടെയും കുറേ റെഡ് ക്യാൻഡിൽസ്, ഇവിടെ നമുക്ക് കുറേ ബ്ലൂ ക്യാൻഡിൽസ്, അല്ല കുറേ ഗ്രീൻ ക്യാൻഡിൽസ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഒരു ഐഡിയ കിട്ടി. ഇനി ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. ഞാൻ ഈ പ്രൈസ് പോയിന്റ് ഒക്കെ കൂടെ വാരി വലിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഈ പ്രൈസ് പോയിന്റ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് മൊത്തം റിമൂവ് ഡ്രോയിങ്സ് മൊത്തം കൊടുക്കുകയാണ്. ഇനി നമ്മളെങ്ങനെ വരച്ച ഇങ്ങനല്ലേ, 3 ടച്ചിങ്സ് ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡിന് ബ്രേക്കൗട്ടായിട്ട് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ആശാൻ അവിടെ നമുക്ക് ട്രെൻഡ് മൊത്തം ബ്രേക്കൗട്ടാക്കി കൈ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു ട്രെൻഡ് മൊത്തം ബ്രേക്കൗട്ടാക്കി കൈ തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടച്ചിങ്സ് കിട്ടി. അപ്പം നമ്മുടെ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പാരലൽ ചാനൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെ തന്നെ പോയിട്ട് ഈ പാരലൽ ചാനൽ എടുത്തിട്ട് അതും ഇതേപോലെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്നൊരു സംഭവം ഇങ്ങനെ വരും. ഇങ്ങനെ വലിച്ച് നമുക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ വയ്ക്കാം. മനസ്സിലായില്ലേ? അതിനെ ചെറുതാക്കാം, വലുതാക്കാം. കാരണം ഈസിലി പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ലെവലാണ്. അതായത് ആ ഒരു പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനം വേണ്ട. ഇപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് റേഞ്ച്. ഈ ഒരു റേഞ്ചിനകത്താണ് നമ്മുടെ ഈ ഒരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ എൻട്രീസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എൻട്രീസ്. അതായത് ഈ ഒരു പോയിന്റിൻ്റെ എൻട്രി എന്ന് പറയുന്ന ടച്ചിങ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പോയിന്റിലാണ്. അതായത് ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകുന്നത്. ഹയർ ഹൈസും ഹയർ ലോസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാരലൽ ചാനൽ ഇങ്ങനെ വരയ്ക്കാം. 2 രീതിയിൽ വരയ്ക്കുന്നുണ്ട്. പാരലൽ ചാനൽ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്, ഒരു ചാർട്ടിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഒരു പാരലൽ ചാനലിനകത്തൂടെ ചാർട്ട് പോകുന്നു, ഒരു ബ്രേക്കൗട്ട് നമുക്ക് തരുന്നു. ആ ബ്രേക്കൗട്ട് വെച്ചിട്ട് ട്രെൻഡിനെ മൊത്തം റിവേഴ്സ് ചെയ്യാൻ കഴിവാകുന്നു. അതായത് മൊത്തം റിവേഴ്സ് ആകും. അത് ഈസിലി പറയുന്ന ഒരു മെത്തഡാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ പെയിൻറ്റ് മാറ്റിയിട്ട് ഇത് കൊടുത്താൽ കളർ മാറും. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് വയ്ക്കാം, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിങ്ങനെ വലിച്ച് വേണമെങ്കിൽ ഇങ്ങനെ നീക്കാം. മനസ്സിലായി? ഇങ്ങനെ വലിച്ച് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ പോയിന്റും ലോ പോയിന്റും മൊത്തത്തിൽ കിട്ടും. അതായത് ഹയർ ഹൈസും ഹയർ ലോസും ഒക്കെ മൊത്തത്തിൽ ഈ ഒരു സംഭവത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ട്രെൻഡ് ലൈനിനേക്കാളും കുറച്ചുകൂടെ ചാർട്ട് ഒന്ന് കാണാൻ ഒരു ലുക്കായിരിക്കും. മനസ്സിലായില്ലേ? ചാർട്ടിൽ ഇങ്ങനെ ഒരു ലുക്ക് വെച്ച് വെച്ചേക്കും. ഇപ്പോൾ നമ്മൾ ഇത്ര ട്രേഡ് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ പാരലൽ ചാനൽ ബ്രേക്കൗട്ട് ചെയ്ത് പോവുകയാണ്. പാരലൽ ചാനൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കയറ്റിയൊക്കെ വയ്ക്കാം ഇങ്ങോട്ടൊക്കെ. അപ്പോൾ കുറച്ചൊന്ന് കറക്റ്റ് പോയിന്റ്സ് 3-4 നമ്മൾ വരച്ച ടച്ചിങ്സ് കണ്ടില്ലേ? നമ്മൾ വരച്ച ടച്ചിങ്സ് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് എടുത്ത് ആ ഒരു കറക്റ്റ് ടച്ചിങ്സ് ടച്ച് ചെയ്ത് കണ്ട. അപ്പോൾ അപ്പിൽ നമ്മൾ വരച്ച 3 ടച്ചിങ്സ് ആണ്. 1, 2, 3, ഇവിടെ വേണമെങ്കിൽ 4. അപ്പോൾ ഈ ഒരു ടച്ചിങ്സ് നമുക്ക് ആ ഫസ്റ്റ് ലോ അല്ലാതെ കിട്ടിയിട്ടുള്ള 3 ടച്ചിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ടച്ചിങ്സ് ബ്രേക്കൗട്ടായിട്ട് താഴെ പോയി കണ്ട. ആ ഒരു സ്ട്രക്ചർ തന്നെ മാറി. അതായത് ഈ ഒരു പാരലൽ ഈ ഒരു ചാനലിൽ വെച്ചിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ഇവിടെ കിട്ടി പോയി. അപ്പോൾ ഇനി നമ്മൾ അപ് ട്രെൻഡിലോട്ട് പോയി എടുത്തിട്ട് കാര്യമില്ല. കാരണം അപ് ട്രെൻഡ് പോയി. ഇനി ഒന്നേന്ന് വെയിറ്റ് ചെയ്യണം. ഒരു ലോ പോയിന്റിൽ നിന്ന് ഒരു മൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അപ് ട്രെൻഡിന് വേണ്ടി. കാരണം ഇവിടെ നമുക്കൊരു ഡൗൺ ആണ് വന്നിട്ടുള്ളത്. കണ്ടാ, മാർക്കറ്റ് ഡൗൺ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു അപ് ട്രെൻഡ് കിട്ടിയെങ്കിലും അതൊരു ശാശ്വതമായ ഒരു അപ് ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഇവിടെ കണ്ട, നമുക്കൊരു കറക്റ്റ് ഒരു ശാശ്വതമായ ഒരു അപ് ട്രെൻഡായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ടച്ചിങ്സ് ഉണ്ട്, ഓക്കെ ശരി, സമ്മതിച്ചു. നമുക്കൊരു കുറച്ച് ടച്ചിങ്സ് കിട്ടിയിട്ടുണ്ട്. ടച്ചിങ്സ് കിട്ടിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ടച്ചിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതും ബ്രേക്കൗട്ടായിട്ട് പോയില്ലേ? അതും ഒരു ബ്രേക്കൗട്ടായിട്ട് തിരിച്ചു പോയി. പിന്നെ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡാണ് വന്നിട്ടുള്ളത്. ഈ ട്രെൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈസിലി മാർക്കറ്റിൽ ഷോർട്ട് ടൈം പീരീഡിലും ലോങ് ടൈം പീരീഡിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പോൾ ലോങ് ടൈമിൽ ഉണ്ടായിരിക്കുന്ന ഇതായിരിക്കത്തില്ല ഷോർട്ടിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 1 ഡേ ആണ് എടുത്തിട്ടുള്ളത്. 1 ഡേയിൽ വരുമ്പോൾ നമ്മൾ ഈ 15 മിനിറ്റിന് വരച്ച സംഭവമൊക്കെ ഇവിടെ ഒരു ക്യാൻഡലിൻ്റെ അകത്തുള്ള ചെറിയൊരു സംഭവം മാത്രമാണ്. അത് മനസ്സിലാക്കുക. കണ്ടില്ലേ? ഈ പാരലൽ ചാനൽ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അത്രയും ഇതായിട്ട് വരച്ച ക്യാൻഡിൽസാണ്
ഈ ഒരു 2 ക്യാൻഡിലിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത്. ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ലോങ്ങിലും ഷോർട്ടിലും ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ലോങ്ങിൽ പോയി നോക്കണം എന്താണ് ട്രെൻഡ്, ലോങ്ങിൽ എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഇവിടുത്തെ ഡേ ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ആണ്, ഡേ ഡൗൺ ആണ്, നമുക്ക് ഡേയിൽ ഡൗൺ ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 15 മിനിറ്റിലോട്ട് കയറി വരുമ്പോൾ ചിലപ്പോൾ നമുക്കിവിടെ ഒരു അപ്പായിരിക്കും കിട്ടുന്നത്. ഇപ്പം നമുക്കൊരു അപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമുക്കൊരു ഇവിടെ ഒരു ചെറിയൊരു അപ്പ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഡൗൺ വരുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. ബട്ട് എന്നാൽ പോലും ട്രെൻഡ് ലൈനിൽ ഇവിടെ ഏറ്റവും വലിയ ഡൗൺ ഉണ്ട്. ഇങ്ങനൊരു കണ്ടിന്യൂ വെച്ച് വേണമെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു ട്രെൻഡ് വരച്ച് നോക്കാം. മനസ്സിലായില്ലേ? ഇവിടെ നിന്നൊരു കറക്റ്റ് ആ ഒരു വിക്ക് ടച്ച് ചെയ്തു. ഇവിടെ അടുത്തൊരു ടച്ചിങ് പോയിന്റ്, പക്ഷേ ഇതൊരു ഫുൾ ബോഡി ടച്ചിങ് അല്ല. ഇങ്ങനെ ഓക്കെ. ഇനി ഇതിനകത്തോട്ട് മാർക്കറ്റ് വരണം. ഇതിൻ്റെ പുറത്ത് പോയി, അതായത് ഈ ഒരു ട്രെൻഡിൻ്റെ പുറത്ത് പോയതോടുകൂടി നമുക്ക് ട്രെൻഡ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്. കാരണം ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അണ്ണൻ അതിൻ്റെ പുറത്ത് പോയി, മാർക്കറ്റ് അതിൻ്റെ പുറത്ത് പോയി. ഇനി ഇതിൻ്റെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഒരു സൈഡ് വേസ് ഓർ അപ്പ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസാണ്. അപ്പോൾ ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ ഒൺ ഡേ നോക്കുമ്പോൾ അവിടെ ഒരു ഡൗൺ ആണ്. എന്നാൽ 15 മിനിറ്റ് നമുക്കിവിടെ ഒരു അപ്പ് കിട്ടിയേക്കാം. ഇത് ഇങ്ങനെയാണ് ഓരോ ടൈം ഫ്രെയിം നോക്കുന്നത്. അതായത് 1 ഡേ, 4 അവർ, 1 അവർ, 15 മിനിറ്റ്, ഇങ്ങനെ ഓരോരോ ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടൈമിൽ ഇവിടെ കണ്ട ഇവിടെ നമുക്കൊരു അപ്പാണ് കിട്ടിയിട്ടുള്ളത്. 1 അവറിൽ അപ്പ് മൂവ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ, അടുത്തൊരു ക്യാൻഡിലും കിട്ടി. ഇത് രണ്ടും ഗ്രീനാണ്. രണ്ടും നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, കാരണം ട്രെൻഡ് ലൈൻ ബ്രേക്കായി, ട്രെൻഡ് ലൈനിൻ്റെ അകത്തൂടെയൊക്കെ പോവുകയാണ്. ഇവിടെ നമുക്ക് കറക്റ്റ് വയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കറക്റ്റ് ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. അവിടെ വരയ്ക്കാൻ പറ്റും, പക്ഷേ ഇവിടെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയൊക്കെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി, ബ്രേക്കൗട്ടും കിട്ടി. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ ഒരു പാരലൽ ചാനലും വരച്ച് ബ്രേക്കൗട്ടും ഇവിടെ ഉണ്ടാക്കാം. ഇതേപോലെയാണ് അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡും സൈഡ് വൈസും വരയ്ക്കുന്നത്. സൈഡ് വൈസ് വരയ്ക്കുമ്പോൾ 2 രീതിയിൽ വരയ്ക്കാറുണ്ട്. ലോങ്ങർ ടൈം ഫ്രെയിമിലും വരയ്ക്കാറുണ്ട് സൈഡ് വൈസ്. ഈ പറഞ്ഞ ഷോർട്ട് ടൈം ഫ്രെയിമിലും വരയ്ക്കാറുണ്ട്. സൈഡ് വൈസ് നമുക്ക് 2 സെക്ഷനിലോട്ട് വരയ്ക്കും. ലോങ്ങും ഉണ്ട്, ഷോർട്ടും ഉണ്ട് സൈഡ് വൈസ്. ഇതൊരു സൈഡ് വൈസ് മൂവാണ്. പക്ഷേ ഈ ഒരു മൂവ് ഇവിടെ ബ്രേക്ക് ചെയ്തു. കണ്ട, ഈ ഒരു മൂവ് ഇവിടെ ബ്രേക്ക് ചെയ്തു. കണ്ടില്ലേ? സൈഡ് വൈസ് ഇങ്ങനെ ലോങ് ആയിട്ട് വെച്ച് വരയ്ക്കുമ്പോൾ ഈ ഒരു സൈഡ് വൈസ് ഇതിൻ്റെ, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു എന്നർത്ഥം ആ ഒരു സൈഡ് വൈസ് ബ്രേക്ക് ആയെന്നാണ് അർത്ഥം. ഇതിനകത്ത് നിന്നിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ടാണ് വന്നിരുന്നെങ്കിൽ ഇതൊരു സൈഡ് വൈസ് ആണെന്ന് പറയാം. ഇതേപോലെ. പക്ഷേ ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ നമുക്കതൊരു അപ്പ് മൂവ്മെൻ്റ് ആയിട്ട് കണക്കാക്കാം. ഞാനിത് 1 അവറിൻ്റെ ആണ് വരയ്ക്കുന്നത്. എന്നാൽ പോലും 15 മിനിറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായൊരു സൈഡ് വൈസ് കിട്ടും. വേണ്ടില്ലേ? 15 മിനിറ്റിൽ കുറച്ചുകൂടെ ഒരു ബെറ്ററായൊരു സൈഡ് വൈസ് മൂവ് കിട്ടും. വേണ്ട, പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് വീണ്ടും ആ ഒരു സൈഡ് വൈസിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് എപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ സൈഡ് വൈസിനകത്ത് പോകും, എപ്പോഴൊക്കെ മുകളിലോട്ട് പോകുന്നു അപ്പോഴൊക്കെ അപ്പിനകത്ത് പോകും, എപ്പോഴൊക്കെ തിരിച്ചു വരുന്നു അപ്പോഴൊക്കെ ഡൗണിനകത്ത് പോകും. മനസ്സിലായില്ലേ? സൈഡ് വൈസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം, കുറേ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം മാർക്കറ്റിൽ. ഇത് ഓരോ ടൈം ഫ്രെയിം അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റിയും മറിച്ചൊക്കെ വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, പാരലൽ ചാനൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ബ്രേക്കൗട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വൈസ്, ട്രെൻഡ് ലൈന്, പാരലൽ ചാനൽ, ബ്രേക്കൗട്ട് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ നോക്കിയിട്ട് ട്രെൻഡ് എന്താണെന്നെങ്കിലും ഐഡൻറ്റിഫൈ അറിയാമല്ലോ. സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കെ അറിയാം, ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാം, ബ്രേക്കൗട്ട് എന്താണെന്ന് അറിയാം, കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ.